الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ലോകരക്ഷിതാവും പ്രപഞ്ചങ്ങളുടെ പരിപാലകനുമായ അല്ലാഹുവിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, വളരെ പ്രാധാന്യപൂർവം നമ്മൾ ഓരോരുത്തരും മനസ്സിരുത്തേണ്ടുന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഏതാനും ചില ആയത്തുകളും ഹദീസുകളുമാണ് ഇന്നത്തെ ഖുതുബയുടെ മർമ്മം. റഹ്മാനായ റബ്ബ് അവന്റെ ദീൻ യഥാവിധി കേൾക്കുകയും അത് പഠിക്കുകയും ജീവിതത്തിൽ പുലർത്തുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമാണ്. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മുടെ ജനനം തുടങ്ങുന്നത് മുതൽ മറ്റൊരാളുടെ സഹായത്തോടു കൂടിയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടത്തിപ്പോകുന്നത്. അതിനുശേഷം നമ്മൾ എഴുന്നേറ്റ് നടക്കുവാനും അതേപോലെ തന്നെ ഓടാനും ചാടാനും ഒക്കെ നമ്മൾ ആരംഭിച്ചു. പിന്നീട് കാലങ്ങളെടുത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായ അവസ്ഥ എന്ന് പറയുന്നത് അത് നമ്മുടെ യുവത്വമാണ്. ആ യുവത്വം എന്ന് പറയുന്നത് നമ്മൾ മനസ്സ് വിചാരിക്കുന്നിടത്തേക്ക് നമ്മുടെ ശരീരം എത്തുന്ന ഒരു പ്രായം കൂടിയാണ്. അതിനുശേഷം പതിയെ പതിയെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നു. എന്താണ് മാറ്റങ്ങൾ? നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ രൂപത്തിൽ തന്നെ ചില വ്യത്യാസങ്ങൾ വരുന്നു. നമ്മുടെ തൊലികൾ ചുളുങ്ങാൻ തുടങ്ങുന്നു, മുടികൾ നരക്കാൻ തുടങ്ങുന്നു, അവയവങ്ങൾ വിചാരിച്ചതുപോലെ നമ്മുടെ മനസ്സ് കൊതിക്കുന്നത് പോലെ നമുക്ക് വഴങ്ങിത്തരാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വരുന്നു. അങ്ങനെ അതിന്റെ ഒരു ഏറ്റവും മൂർധന്യമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കിടന്നിടത്തു നിന്ന് നമുക്ക് എഴുന്നേൽക്കാൻ നമ്മൾ എങ്ങനെയാണോ തുടങ്ങിയത്, ഒരാളുടെ സഹായം കൊണ്ടാണല്ലോ നമ്മൾ തുടങ്ങിയത്, അതുപോലെ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ, നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ പിന്നെ ചെയ്യണമെങ്കിൽ ഒരാളുടെ സഹായം കൂടിയേ തീരൂ എന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തുന്നു. എന്ത് വലിയ അത്ഭുതമാണ് നടക്കുന്നത്! അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തമായിട്ട് തന്നെ നമ്മുടെ ശരീരത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഒരു ഉദാഹരണം എന്തിന് ആമുഖമായി സൂചിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ഇതുപോലെ സത്യമാണ് മരണം എന്ന് പറയുന്നത്. ഇതുപോലെ ഇത് എത്രമേൽ സത്യമാണോ നമുക്ക് ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയും? ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല. ജീവിതം ഒന്നേയുള്ളൂ, അത് അടിച്ചു പൊളിക്കാനുള്ളതാണ്.
നിയമവും അതേപോലെ തന്നെ അതിരുകളൊന്നും വേണ്ട എന്ന് വാദിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മരണശേഷം എന്താണുള്ളത്? അല്ലെങ്കിൽ മരണം എന്ന് പറയുന്ന ആ ഒരു സത്യത്തിന് എങ്ങനെയാണ് നിർവചിക്കാൻ കഴിയുക? അതിനെ തട്ടിമാറ്റാൻ കഴിയൂ? പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പോയിന്റാണ് മരണം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഓ വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ഓരോ നഫ്സും പരിശോധിക്കുകയും ചെയ്യട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നു. ഓരോ പ്രഭാതം കിട്ടുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണ്? നമുക്കൊരു കച്ചവടമുണ്ട്, ഒരു ബിസിനസ് ഉണ്ട്, അത് നാളെ ഇന്ന രൂപത്തിലാകണം എന്നുള്ളൊരു സ്വപ്നം നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് വേർപെട്ടു പോയാൽ നമ്മുടെ പാരത്രിക ജീവിതത്തിലേക്ക് കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട് എന്ന് ഓരോ വിശ്വാസിയും പരിശോധിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. നമുക്ക് അങ്ങനത്തെ ചിന്തയുണ്ടോ പ്രിയപ്പെട്ടവരെ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, എവിടെയാണെങ്കിലും മരണം നമ്മളെ പിടികൂടും. ചില അത്ഭുതകരമായ സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു കേൾക്കാറില്ലേ? അയാള് ജോലിയൊക്കെ മതിയാക്കിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നതാണ്. അവസാനം അവിടുത്തെ വിദേശ രാജ്യത്ത് ഇതുവരെ തനിക്ക് ശമ്പളം തന്നിരുന്ന യജമാനൊരു നിർബന്ധം, ഒന്നുകൂടി നീ കയറി വാ, കുറച്ചു കാലം നിന്നാ മതി. അങ്ങനെ അയാൾ വീണ്ടും കയറിപ്പോയി. അവിടെ വെച്ചാണ് അയാൾ മരണപ്പെടുന്നത്. എല്ലാം മതിയാക്കി നാട്ടിലേക്ക് വന്നു. പക്ഷെ അള്ളാഹുവിന്റെ അലംഘനീയമായ നിയമം എവിടെയാണ് അയാളുടെ റൂഹുള്ളത്? അയാളുടെ മൗത്ത് എവിടെയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്? അതങ്ങ് കടലിനക്കരെയാണ്. അയാൾ അവിടേക്ക് എത്തും എന്ന് പറയുമ്പോൾ സമാനമായിട്ടുള്ള എത്ര ഉദാഹരണങ്ങൾ പറയാൻ കഴിയും. ഒരു റോഡ് മുറിച്ച് കടക്കാൻ ഉപ്പാക്ക് പേടിയാണ്, ഉമ്മാക്ക് പേടിയാണ്, എന്റെ പെങ്ങൾക്ക് പേടിയാണ്. പക്ഷേ അവള് വാഹനം പിടിച്ചിട്ടാണ് മരണപ്പെട്ടത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഐനമാ തകൂനു, നിങ്ങൾ എവിടെയായിരുന്നാലും യുദ്രിക്കുമുൽ മൗതു, മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, കെട്ടിയുണ്ടാക്കിയ വലിയ വലിയ കൊട്ടാരങ്ങളിലായിരുന്നാൽ പോലും, പാറാവുകാരുണ്ട്, എല്ലാ സിഗ്നൽ സംവിധാനവും ഉണ്ട്, എല്ലാം റെഡിയാണ്. പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് നിന്റെ നിമിഷം എത്തിയാൽ മലക്കുൽ മൗത്ത് അനുവാദം ചോദിക്കാതെ കയറി വരും. എത്ര ലളിതമായ ഉത്തരം! തീർന്നില്ല. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. സൂറത്ത് ജുമുഅയിലുള്ള ആയത്താണ്. ഖുൽ നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു, അവർ ഓടി ഒളിക്കുന്ന മരണമില്ലേ, ഫഇന്നഹു മുലാഖീകും, അത് അവരെ കാത്തിരിക്കുകയാണ്. മരിക്കാൻ ആർക്കാണ് ഇഷ്ടം? പ്രായമായ ആളുകളോട് ചോദിച്ചു നോക്കൂ, നമുക്കൊന്ന് പോവണ്ടേ, ഇനി മരിക്കണ്ടേ എന്ന് ചോദിച്ചാൽ അതിനൊന്നും ആയിട്ടില്ലല്ലോ, സമയം ഇനിയും ഉണ്ടല്ലോ, ഓരോ പ്രഭാതത്തിലും ഇനി നാളെ ഞാൻ ഉണ്ടാകും, ആ ചടങ്ങിന് ഞാൻ ഉണ്ടാകും, ആ കല്യാണത്തിന് ഉണ്ടാകും എന്നുള്ള ഓരോ പ്രതീക്ഷയുമായിട്ടാണ് ഓരോ മനുഷ്യനും പുലരിയിലേക്ക് പ്രവേശിക്കുന്നത്. ഇതല്ലേ മനുഷ്യന്റെ അവസ്ഥ? ഈ ഒരു യഖീനായിട്ടുള്ള ഒരു ചിന്ത പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടോ? എവിടെയായിരുന്നാലും എന്റെ പിന്നാലെ അള്ളാഹുവിന്റെ ആ ഒരു ആജ്ഞക്ക്, ഓർഡറിന് കാത് കൊടുത്തുകൊണ്ട് ഒരു മലക്കുണ്ട്. അത് മലക്കുൽ മൗത്താണ്. അത് അള്ളാഹുവിന്റെ അനുമതി കിട്ടുകയേ വേണ്ടൂ. അവിടെ വെച്ചുകൊണ്ട് എന്നെ കൊണ്ടുപോകാൻ മലക്കുൽ മൗത്ത് ഉണ്ട് എന്നുള്ള ഒരു ചിന്ത പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടോ? ഇനിയോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ദുനിയാവിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്താ? നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ പറയും വലിയ വലിയ കെട്ടിടങ്ങളാണ്, ആദായം നൽകുന്ന വീടുകളാണ്, ഷോപ്പിംഗ് കോംപ്ലക്സുകളാണ്, അല്ലെങ്കിലോ പല സംസ്ഥാനങ്ങളിലായി പടർന്നു കിടക്കുന്ന കച്ചവട വ്യാപാര സ്ഥാപനങ്ങളാണ്. ഞാൻ അവിടെ എത്തിയില്ലെങ്കിലും ആദായം വന്നു കിട്ടുന്ന വലിയ വലിയ മാളുകളിലുള്ള നിക്ഷേപമാണ്. എന്നാലോ യഥാർത്ഥത്തിലുള്ള ഭാഗ്യം എന്താണ്? ആരാണ് ഭാഗ്യവാൻ?
കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും, രുചിക്കുക തന്നെ ചെയ്യും. ഇതാ ഖുർആനിന്റെ പ്രയോഗം എന്നറിയും. നമ്മൾ രുചിക്കുന്ന എല്ലാവരും ഒരുപോലെ രുചിക്കുന്നതാണ് മരണത്തിന്റെ വേദന. അള്ളാഹു അത് കൃത്യമായി പറഞ്ഞു, ഒരാൾക്കും അതിൽ ഇളവ് കൊടുത്തിട്ടില്ല. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. പിന്നെയോ വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, കൂട്ടരെ നിങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുന്നത് ഖിയാമത്ത് നാളിലാണ്. സങ്കടത്തിൽ പലരും പറയാറുണ്ട്, ആ യജമാനൻ, ആ സർക്കാർ എനിക്ക് തടഞ്ഞു വെച്ച ശമ്പളം കിട്ടിയാൽ തന്നെ എന്റെ മക്കൾക്ക് ജീവിക്കാൻ കഴിയും. ഞാൻ അവിടെ കടലിനക്കരെ വിയർപ്പൊഴുക്കിയ 10 കൊല്ലത്തെ വേതനം എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ സുഖസുന്ദരമായിട്ട് എനിക്ക് ജീവിക്കാൻ കഴിയും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നന്മയാണെങ്കിൽ നന്മയും തിന്മയാണെങ്കിൽ തിന്മയും. അതെത്രയാണ്? ഒരു ഉറുമ്പിന്റെ കാലിന്റെ അത്ര, ഒരു ദർറത്ത്, ഒരു അണുവിന്റെ അത്ര, ഒരു കടുകുമണിയുടെ അത്രയാണ് ഉള്ളതെങ്കിൽ പോലും അത് നിങ്ങൾക്ക് പൂർത്തിയായി നൽകപ്പെടും. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഫമൻ സുഹസിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്ന, നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിലേക്ക് ടിക്കറ്റ് ലഭിക്കുകയും ചെയ്താൽ ഫഖദ് ഫാസ്, അവനത്രേ ഏറ്റവും വലിയ വിജയി, ഭാഗ്യവാൻ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ കണ്ണിലുള്ള ഭാഗ്യവാൻ ആരാ? നരകത്തിലേക്ക് നീ പോവണ്ട, നീ സ്വർഗത്തിലേക്കുള്ളവനാണ്. അങ്ങനെ അനുവാദം ലഭിച്ച, ടിക്കറ്റ് ലഭിച്ച ആളാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അതിനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടോ? നമ്മൾ ആലോചിക്കുക. മറ്റൊരു കാര്യം, സലഫുകളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരാണല്ലോ നമ്മുടെ മാതൃക. റളിയല്ലാഹു അൻഹും വറദു അൻഹു എന്ന് അല്ലാഹു അവരെ കുറിച്ചാണല്ലോ പറഞ്ഞത്. എന്താ പറഞ്ഞത്? അല്ലാഹു അവരെയും തൃപ്തിപ്പെട്ടു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു. അങ്ങനത്തെ ഒരു മഹാനാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പ്രവാചകന് ഉറങ്ങാൻ വേണ്ടി മാത്രമേ അദ്ദേഹം വെറുതെ വിടാറുണ്ടായിരുന്നുള്ളൂ. പ്രവാചകന്റെ ഉണർച്ചയിൽ പ്രവാചകന്റെ കൂടെയുള്ള സ്വഹാബി എത്രയെത്ര ഹദീസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അദ്ദേഹം മരണത്തിന്റെ വേളയിൽ കരയുകയാണ്. അപ്പോഴോ കൂടെയുള്ള ആളുകൾ ചോദിക്കുകയാണ്, ഫഖീല ലഹു മാ യുബ്കി, എന്താണ് താങ്കൾ കരയുന്നത്? മഹാനവറുകളുടെ മറുപടി, അമാ ഇന്നി ലഅബ്കി അലാ ദുനിയാക്കും, നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ, ദുനിയാവിൽ നിന്ന് വേർപെട്ടു പോവുകയാണല്ലോ എന്ന സങ്കടമല്ല. പിന്നെയോ വലാകിന്നി അബ്കി അലാ ബുഅദി സഫരി, ഞാൻ കരയുന്നത് എന്തിനാണെന്നറിയാമോ? എന്റെ യാത്രയുടെ ദൂരം ആലോചിച്ചുകൊണ്ടാണ്. വഖില്ലതു സാദി, എന്റെ കയ്യിലുള്ള വിഭവങ്ങളാണെങ്കിലോ തുച്ഛമാണ്. യാത്രയുടെ ദൂരം വളരെ വലുതാണ്. മരണം എന്ന് പറയുന്നത് ഒരു അവസാനമല്ലല്ലോ. അവിടെ മഹ്ശറ വൻസഭയുണ്ട്, അവിടെ പാപികൾക്കുള്ള തുലാസുകളുണ്ട്, മീസാൻ എന്ന് പറയുന്ന തുലാസുണ്ട്, അതേപോലെ തന്നെ സിറാത്ത് എന്ന പാലമുണ്ട്, അതേപോലെ തന്നെ ശഫാഅത്തിന് വേണ്ടി ഓരോ നബിമാരുടെ അടുക്കൽ പോയിട്ട് മനുഷ്യന്മാർ യാചിക്കുകയാണ്. എന്തിനാ? സ്വർഗം നൽകാൻ വേണ്ടിയിട്ടല്ല. സൂര്യൻ ഒരു ചാണ് മുകളിൽ വന്നു നിന്ന് എല്ലാവരും വിയർപ്പിൽ കുളിച്ചു നിൽക്കുമ്പോ ഈ മനുഷ്യന്മാരെ ഒന്ന് വിചാരണക്കെടുക്കാൻ വേണ്ടി അള്ളാഹുവിനോടൊന്ന് ശുപാർശ ചെയ്യണേ എന്ന് പറയാൻ ഓരോ നബിമാരുടെ മുമ്പിലും ആളുകൾ വന്ന് കെഞ്ചുകയാണ്. നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. മഹാനവറുകൾ അതിനെക്കുറിച്ച് പറയുകയാണ്, എന്റെ യാത്രയുടെ ദൂരത്തെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നാൽ കയ്യിലുള്ള വിഭവങ്ങളോ വളരെ തുച്ഛമാണ്. അമലു സാലിഹാത്തുകൾ എന്ന് ആ മഹാനായ പണ്ഡിതൻ സ്വഹാബി വര്യൻ പറഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എന്തായിരിക്കും എന്റെയും നിങ്ങളുടെയും അവസ്ഥ? ആലോചിച്ചിട്ടുണ്ടോ? അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, യാ ഖൗമി ഇന്നമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയാ മതാ, ജനങ്ങളെ, ദുനിയാവെന്ന് പറയുന്നത് ഒരു ചരക്ക് മാത്രമാണ്, ഒരു വിഭവം മാത്രമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിലേക്ക് ചേരുവയായിട്ട് എന്തെല്ലാം നമ്മുടെ ആ പാത്രത്തിൽ നമുക്ക് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വെച്ച് തരും, അതുപോലെയുള്ള ഒരു വിഭവം മാത്രമാണ് ഈ ദുനിയാവെന്ന് പറയുന്നത്. വഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, ആഖിറത്താകുന്നു എന്നെന്നും നിലനിൽക്കുന്ന ഭവനം. ആലോചിച്ചിട്ടുണ്ടോ? അതിലേക്കൊരു നിക്ഷേപം.
അതിലേക്കുള്ള ഒരു കരുതൽ. ദുനിയാവിലേക്കുള്ള ഉമ്മമാരോട് ചോദിച്ചു നോക്കൂ, നാളെ രാവിലത്തെ കടി എന്താണ്? ഉമ്മമാരിപ്പോ പറയും. ഇപ്പൊ ഇരിക്കുമ്പോ അവരാലോചിക്കുന്നുണ്ട്, പടച്ചോനെ എന്റെ അടുക്കളയുടെ വാതിൽ പൂട്ടിയോ, ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ടോ? ഓരോ ഉമ്മമാരും ആലോചിക്കുന്ന ആലോചനയും അല്ലേ? എന്നാൽ ഒരു വിശ്വാസി ആലോചിക്കേണ്ടത്, അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകി ഇവിടെ നിന്ന് യാത്ര പോകുമ്പോ എന്റെ കൂടെ എന്താണുള്ളത്? മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നദ് ദുനിയാ ഖദ് ഇർതഹലത് മുദ്ബിറ. മനുഷ്യന്മാരെ ശ്രദ്ധിച്ചോ, ദുനിയാവ് അതിന്റെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. എന്താണ്? ദുനിയാവ് പിന്നോട്ട് പിന്നോട്ട് പോവുക, നമ്മളെ മുന്നോട്ട് തള്ളിയിട്ട്. എവിടേക്കാണ് നമ്മളെ മുന്നോട്ട് തള്ളുന്നത്? വൈനല്ലാഹിറത ഖദ് ഇർതഹലത് മുഖ്ബില. ആഖിറം ഇങ്ങനെ മുന്നോട്ട് വരികയാണ്. എന്താ മുന്നോട്ട് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഖബറിലേക്ക് ഇങ്ങനെ അടുത്തടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വന്ന കൊല്ലമുണ്ട് നമുക്ക് ഖബറിലേക്ക് എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയോ? ഇല്ല, വന്ന അത്ര ദൂരമില്ല ഇനി ഖബറിലേക്ക്. നമ്മൾ ആലോചിച്ചാൽ പേടി തോന്നുന്ന കാര്യമാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, വലികുല്ലിൻ മിൻഹുമാ ബനൂൻ. എല്ലാത്തിനും മക്കളുണ്ട്. അങ്ങനെ പറഞ്ഞാൽ എന്താ? ദുനിയാവിൽ വലിയ വലിയ ഫ്ലെക്സ് ബോർഡുകളൊക്കെ കെട്ടിയുണ്ടാക്കി കളിക്കാരുടെയും നർത്തകിമാരുടെയും ഇശൽ സന്ധ്യകളുടെയും ഒക്കെ വെച്ച് അതിലേക്ക് പേര് ചേർത്ത് അതൊക്കെ ഭയങ്കര ആഘോഷമാണ്. ദുനിയാവ് ഇതില്ലെങ്കിൽ എന്താണ് എന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ ആഖിറത്തിനും ആളുകളുണ്ട്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, വലാ തകൂനൂ മിൻ അബ്നാഇ ദുനിയാ. ദുനിയാവിന്റെ സന്താനങ്ങളുടെ കൂടെ നീ ഉണ്ടാവരുതേ. ഫൈനൽ യൗമ അമലുൻ. ഇന്നേ ദിവസം ജോലി മാത്രമാണ്. വലാ ഹിസാബ്. ഇതിന് ഹിസാബില്ല, കണക്ക് നോട്ടമില്ല. ഈ ദുനിയാവിന്റെ പ്രത്യേകതയാണ്. ഇവിടെ അമലുകളാണ് വേണ്ടത്. നല്ല അല്ലാഹുവിനെ മുമ്പിൽ കൊണ്ടുപോയി വെക്കാനുള്ള കണ്ണിറയുള്ള അമലുകളാണ് ഇവിടുന്ന് വേണ്ടത്. ഇവിടെ ഹിസാബില്ല. എന്നാലോ വഗദൻ, നാളെ ഹിസാബ്. അവിടെ വിചാരണ മാത്രമേ ഉള്ളൂ, കണക്ക് നോട്ടം മാത്രമേ ഉള്ളൂ. വലാ അമലുൻ, അവിടെ പ്രവർത്തിക്കാനുള്ള ഒരു അവസരമില്ല. അല്ലാഹുവേ, ഒരു 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ മരണത്തിന് ശേഷം അള്ളാഹിനോട് യാചിക്കാൻ ഒരു 2 റക്അത്ത്. ദുനിയാവിന്റെ മുകളിൽ എത്രയോ പള്ളികളുടെ മുമ്പിലൂടെ അവൻ വാഹനം ഓടിച്ചു പോയി. അപ്പോഴൊന്നും ഇറങ്ങി ഒരു 2 റക്അത്ത് നമസ്കരിക്കാൻ സമയം കിട്ടിയില്ല. എന്നാൽ മരണാനന്തരം റബ്ബിനോട് യാചിക്കുകയാണ്, അല്ലാഹുവേ, ഒരു 10 രൂപ ദാനം കൊടുക്കാനുള്ള ഒരു അവസരം, ഒരു 2 റക്അത്ത് നമസ്കരിക്കാനുള്ള ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് അല്ലാഹ് എന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല, ഒരാൾക്കൊട്ടും അനുവാദവുമില്ല എന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുന്നൊരുക്കം നടത്തണം. ഓരോ സമയങ്ങളിലും പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലേക്ക് ആലോചിക്കണം, എന്താണ് ഞാൻ ഇന്ന് അയാളുടെ മരണ വാർത്ത കേട്ടു. ഇന്നും ഒരു ബഹുമാന്യനായ ഒരു പണ്ഡിതൻ മരണപ്പെട്ടു. അദ്ദേഹത്തിന് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. നമ്മുടെ നാട്ടിൽ എത്രയെത്ര മരണങ്ങൾ നടക്കുന്നു, എത്രയെത്ര ആളുകളുടെ ജനാസകളെ നമ്മൾ പിന്തുടരുന്നു. പ്രിയപ്പെട്ടവരെ, അതിൽ നിന്നൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ പണ്ഡിതന്മാര് പറയുന്നു, നിങ്ങൾക്ക് മരണചിന്തയുണ്ടായി കഴിഞ്ഞാൽ 3 കാര്യങ്ങളിൽ നിങ്ങൾ ധൃതി കാണിക്കും. ഒന്നെന്താണ്? നിങ്ങൾ തൗബ ചെയ്യാൻ ധൃതി കാണിക്കും. പടച്ചോനെ പുറത്തു തരണേ, അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ്, പുറത്തു തരണേ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആരാധനാ കർമ്മങ്ങളിൽ അത്യുത്സാഹം കാണിക്കും. ഒരു ഫർദ് നമസ്കാരത്തിൽ ജമാഅത്തിൽ കൂടിക്കഴിഞ്ഞാൽ സലാം വീട്ടുന്നത് വരെ അള്ളാഹുവിന്റെ മുമ്പിലാണ് എന്ന ബോധത്തോടു കൂടി ചിന്ത മറ്റെങ്ങും പോകാതെ പിടിച്ചു നിർത്താൻ അയാൾക്ക് കഴിയും. മൂന്നാമത്തെ കാര്യം വഖനാഅത്തുൽ ഖൽബ്, ഉള്ളതിൽ തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് അല്ലാഹു അദ്ദേഹത്തിന് കൊടുക്കുന്ന. മതി, ഇതൊക്കെ ഇവിടെ വിട്ടേച്ച് പോകേണ്ടതല്ലേ, ആകെ എന്താണ് കൊണ്ടുപോകാനുള്ളത്? 3 കഷ്ണം തുണിയാണ് എന്റേതെന്ന് പറയാനുള്ളത്. ബാക്കിയെല്ലാം ഇവിടെ ഉള്ളത് മതി. അത് ഹലാലായി തീരാൻ വേണ്ടി അവൻ അത്യധികം ആഗ്രഹിക്കുകയും ചെയ്യും. ഇനിയോ മരണചിന്തയില്ല. നാളെയും ഉണ്ടാകും, മറ്റന്നാളുണ്ടാകും, അടുത്ത ആഴ്ചയും ഉണ്ടാകും, അടുത്ത കൊല്ലം ഞാൻ ഉണ്ടാകും എന്ന പൈശാചിക ചിന്ത വന്നാലോ അയാൾ മടി കാണിക്കുന്നത് തൗബ ചെയ്യൂല. പിന്നെയോ ആരാധനാ കർമ്മങ്ങൾ ഒരു ജുമുഅക്ക് പോലും വരാത്ത എത്ര മുസ്ലിം സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. പിന്നെയോ തീർന്നില്ല, മതിയായില്ല, പോരാ,
ഈ കച്ചവടം പോരാ, ഈ സമ്പാദ്യം പോരാ, ഈ വരുമാനം പോരാ. അവനെ കണ്ടില്ലേ? അവൻ സഞ്ചരിക്കുന്ന കാറ് കണ്ടില്ലേ? അവൻ പാർക്കുന്ന വീട് കണ്ടില്ലേ? ആരായി ചിന്തിക്കുന്നത്? മൂന്നിന്റെ അന്ന് കണ്ണും അവയവങ്ങളും ഒക്കെ മണ്ണോട് ചേരുന്ന അല്ലേ ഖബറാളികളെ താഴേക്ക് വെക്കുമ്പോ ഖബർ കുഴിക്കുന്ന വ്യക്തി അവന്റെ ആ ഒരു കവിളിന്റെ ഭാഗത്തുള്ള തുണിക്ക് മണ്ണോട് ചേർന്ന് പിന്നീട് മത്സരം കാണിക്കുന്നത് ആരാണ്? ഈ ശരീരത്തിന്റെ അവകാശികളായിട്ട് പുഴുക്കളാണുള്ളത്. അവനാണ് വിചാരിക്കുന്നത് തികഞ്ഞിട്ടില്ല, മതിയായിട്ടില്ല, അതുപോലെ അവനെ പോലെ ആ ഒരു കെട്ടിടം പോലെ എന്ന് പൂതി വെക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വില പിടിച്ച ഒരു മൂല്യമുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് അത് മരണചിന്തയാണ്. നമ്മൾ ഒരു വഴിയാത്രക്കാരൻ മാത്രമാണ്. നമ്മുടെ പൂർവീകന്മാർ, വാപ്പമാർ, കാരണവന്മാർ അവരൊക്കെയും ഇവിടെ കഴിഞ്ഞുപോയി. ഒരു നിശ്ചിത അവധി എത്തിയപ്പോ പിന്മുറക്കാരായി നമ്മൾ വന്നു. അതേപോലെ തന്നെ നമുക്കും പിന്മുറക്കാരുണ്ട്. നമ്മൾ മാറിക്കൊടുത്തേ മതിയാകൂ. അതിൽ ബുദ്ധിമാൻ എന്ന് പറയുന്നത് നാളേക്കുള്ള സമ്പാദ്യം ഒരുക്കുന്നവനാണ്. ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, പരിശുദ്ധ റമദാനിലേക്ക് ഇനി ഒരു മാസം കൂടിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇൻഷാ അല്ലാഹ് നാളെ ശഅബാൻ 1 ശഅബാൻ മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുന്നത്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു തആല കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന പല അവസരങ്ങളുമുണ്ട്. ദിവസങ്ങളിൽ നമ്മുടെ അമലുകളെ അല്ലാഹു ഉയർത്തും. അതേപോലെ തന്നെ ആഴ്ചയിൽ ഉയർത്തും, വർഷത്തിൽ ഉയർത്തും. അപ്പൊ വർഷത്തിൽ ഉയർത്തപ്പെടുന്ന നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ്. കഴിഞ്ഞ റമദാനിനു ശേഷം ഈ ഒരു അടുത്ത റമദാനിലേക്ക് എത്തി നിൽക്കുന്നത് വരെയുള്ള നമ്മുടെ അമലുകളെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ഈ ഒരു വർഷത്തിലെ ഒരു അവസരമാണ് ശഅബാൻ മാസം എന്ന് പറയുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് ഈ ദുനിയാവിലേക്ക് സുബ്ഹിന്റെ സമയത്തും മലക്കുകൾ ഇറങ്ങി വരുന്നു, അസറിന്റെ സമയത്തും മലക്കുകൾ ഇറങ്ങി വരുന്നു. അപ്പൊ കയറിപ്പോകുന്ന ആളുകൾ, ഓരോ ടീമും മലക്കുകൾ ഈ ദുനിയാവിലേക്ക് ഇറങ്ങി പോകുമ്പോൾ അതുവരെ ചുമതലയുണ്ടായിരുന്ന മലക്കുകൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് സുബ്ഹിന്റെ സമയത്തും അസറിന്റെ സമയത്തും കയറി പോകുന്നു. അങ്ങനെ അള്ളാഹു അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ വരുമ്പോൾ എന്റെ അടിമകൾ എന്തെടുക്കുകയായിരുന്നു? അപ്പൊ അവർ റിപ്പോർട്ട് കൊടുക്കുന്നു, അള്ളാഹുവേ, അവർ വഹും യുസല്ലൂൻ, അവർ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫജ്റിന്റെ നമസ്കാര സമയത്ത് വിശ്വാസികൾ പള്ളിയിലുണ്ടാവും, അസറിന്റെ സമയത്ത് വിശ്വാസികൾ പള്ളിയിലുണ്ടാകും. അപ്പൊ ആ റിപ്പോർട്ട് അവിടെ കൊടുക്കും. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാം, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു യൗമൽ ഇത്നൈനി വൽ ഖമീസ്, വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും പ്രവാചകൻ നോമ്പെടുക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയും, ഞാൻ ചോദിച്ചു, ഇന്നൽ അഅമാല തുറദു യൗമൽ ഇത്നൈനി വൽ ഖമീസ്, പ്രവാചകനെ എന്താ ഈ 2 ദിവസം മാത്രമായിട്ട് അങ്ങ് നോമ്പെടുക്കുന്നത്? സുന്നത്ത് നോമ്പിനെ കുറിച്ചാണ്. അപ്പൊ പ്രവാചകന്റെ മറുപടി എന്താണ്? എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അമലുകളെ അള്ളാഹു പ്രദർശിപ്പിക്കുന്നു. എന്റെ അമലുകളെ പ്രദർശിപ്പിക്കപ്പെടുന്ന സമയത്ത് ഞാൻ നോമ്പുകാരനായിട്ടിരിക്കുന്നത് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഞാനിത് പറഞ്ഞത് ആഴ്ചയിലും അള്ളാഹു അമലുകളെ ഉയർത്തുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമദാൻ കഴിഞ്ഞാൽ പിന്നിൽ ഏറ്റവും കൂടുതലായി പ്രവാചകൻ നോമ്പെടുത്തിരുന്ന മാസമാണ് ശഅബാൻ മാസം. അപ്പൊ അതിനെക്കുറിച്ച് പ്രവാചകനോട് ചോദിച്ചപ്പോ പ്രവാചകന്റെ മറുപടി എന്താണ്? റജബിന്റെയും റമദാനിന്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാണ് ഈ ശഅബാൻ എന്ന് പറയുന്നത്. ലോകങ്ങളുടെ റബ്ബായ അല്ലാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ്.
ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിമുൻ. ഞാൻ എന്റെ അമലുകളെ ഉയർത്തപ്പെടുന്ന സമയത്ത് നോമ്പുകാരനായിരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഏത് അമലുകളാണ് അള്ളാഹുവിലേക്ക് ഉയർത്തുക? നമ്മളുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങളാണ് അള്ളാഹു ഉയർത്തുക. അപ്പൊ അങ്ങനെ ഉയർത്തുന്ന സമയത്ത് നമുക്ക് എന്ത് അമലുകളാണ് അള്ളാഹുവിലേക്ക് കയറി പോകാൻ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു അവസരം കൂടിയാണ്. അപ്പോ ഈ ഒരു കാര്യമാണ് ശഅബാൻ മാസവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പണ്ഡിതന്മാർ ഇത്ര വരി പറഞ്ഞു, റജബില് ആളുകൾ, വിശ്വാസികൾ നന്മകൾ നട്ടുപിടിപ്പിക്കുന്നു, ശഅബാനിൽ അവർ അതിനെ പരിപാലിക്കുന്നു, റമദാനിൽ അതിന്റെ കൊയ്ത്തെടുപ്പാണ്, അതിന്റെ വിളവെടുപ്പാണ്. കാരണം 3 മാസം തുടർച്ചയായി, 2 മാസം കഴിഞ്ഞ് 3-ാമത്തെ മാസം റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ പൂർണ്ണമായും എല്ലാ അമലുകളും നന്മകളിലേക്ക് പ്രവേശിച്ചാൽ അള്ളാഹു എന്താ ചെയ്യുക? കൂടുതൽ നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുതരും. നമ്മളൊന്ന് മനസ്സിൽ കൊടുക്കേണ്ടുന്ന ഒരു ആശയമാണ്. ഒരാൾക്കൊരു 10 രൂപ കൊടുത്താൽ പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്തൊരു അവസരം കൂടുതൽ നമുക്ക് ചെയ്യാനുള്ള, നന്മ ചെയ്യാനുള്ള അവസരങ്ങളാണ് നമുക്ക് ഇട്ടുതരിക. അങ്ങനെ റജബിൽ തുടങ്ങി ശഅബാനിൽ വന്ന് അതേപോലെ തന്നെ റമദാനിലേക്ക് എത്തുമ്പോൾ അള്ളാഹു റമദാനിനെ കുറിച്ച് പറഞ്ഞല്ലോ, എന്താണ് അത്? തഖ്വയുടെ മാസമാണ്. പൂർണ്ണമായും എല്ലാ ഹറാമുകളിൽ നിന്നും മുക്തമായി റമദാനിലേക്ക് പ്രവേശിക്കാൻ കഴിയും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നോമ്പിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? നോമ്പ് പോലെ മറ്റൊരു ഇബാദത്തില്ലാണ്. അത്രയും നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ കൊണ്ടുവരുന്ന ഒരു ഇബാദത്താണ് നോമ്പ് എന്ന് പറയുന്നത്. ആ പ്രവാചകന്റെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ ഒരു മാതൃകയുള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ശഅബാനിൽ, റമദാൻ കഴിഞ്ഞാൽ പ്രവാചകൻ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്ന ഒരു മാസമാണ് എന്നുള്ളത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതോടൊപ്പം ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു തെറ്റായ ഒരു സമ്പ്രദായം നമ്മുടെ നാടുകളിലുണ്ട്. റജബ് പറന്നത് മുതൽ ചില പ്രായമായ ആളുകൾ തുടർച്ചയായി നോമ്പെടുക്കുന്നു. അതായത് റജബിൽ 30 എടുത്തു, ശഅബാനിൽ 30 എടുത്തു, റമദാനിൽ 30 എടുത്തു, പിന്നീട് 6 നോമ്പ് ചേർത്ത് 96 നോമ്പ് എന്ന് പറയുന്ന ഒരു ആചാരം നമ്മുടെ പ്രായമായ ആളുകൾക്കിടയിലൊക്കെ കാണാൻ കഴിയും. അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. ആ കാര്യം കൂടി പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ പ്രവാചകൻ മറ്റൊരു കാര്യം സൂചിപ്പിച്ചത് എന്താണ്? ജനങ്ങൾ അശ്രദ്ധയിലായി പോകുന്ന മാസം എന്നാണ് ശഅബാനിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിനും അതേപോലെ തന്നെ നമ്മുടെ നമസ്കാരങ്ങളും അതേപോലെ തന്നെ ബാക്കിയുള്ള ഇബാദാത്തുകളൊക്കെ വർദ്ധിപ്പിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു കാര്യം ആയിഷ ഉമ്മയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ്. മഹദി ഈ നഷ്ടപ്പെട്ടു പോയ നോമ്പ് അത് നോറ്റി വീട്ടിയിരുന്നത് ശഅബാൻ മാസത്തിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. തിരക്ക് കാരണം, ശുഗ്ല് കാരണം ശഅബാനിനല്ലാതെ ഈ നഷ്ടപ്പെട്ടു പോയ നോമ്പ് അത് പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് മഹദി സൂചിപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. അപ്പോ ഏതെങ്കിലും നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹോദരിമാർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ആ കടമെല്ലാം വീട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം മറ്റൊരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത്, റമദാൻ തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ദിവസം അല്ലെങ്കിൽ അതിന്റെ 2 ദിവസം മുമ്പ്, അതിന്റെ ഒരു 3 ദിവസം മുമ്പ് പ്രത്യേകമായി നോമ്പെടുക്കുന്നത് പ്രവാചക ചര്യയിൽപ്പെട്ടതല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ചു എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം നോമ്പെടുക്കുക, അല്ലെങ്കിൽ അതിന്റെ 2 ദിവസം മുമ്പ് നോമ്പെടുക്കുക, അങ്ങനെയല്ല. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം റമദാൻ കഴിഞ്ഞാൽ ശഅബാനിലാണ് ഏറ്റവും കൂടുതൽ. അതല്ലാതെ റമദാനിന്റെ തൊട്ട് മുമ്പ് ഒരു 2 ദിവസം നോമ്പെടുക്കുക എന്നൊരു ശൈലി ഒരു വിശ്വാസി സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ഉണർത്തുന്നത്. എല്ലാം ചേർത്ത് വെക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ ആയുസ്സുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. കിട്ടിയ അവസരങ്ങൾ ഒരുപാട് വമ്പിച്ച പ്രതിഫലങ്ങളുമായിട്ടാണ് അള്ളാഹു നമ്മളെ കാത്തിരിക്കുന്നത്. അത് പരമാവധി മുതലാക്കിക്കൊണ്ട് നമ്മുടെ ഉഖ്റവിയായ ജീവിതം അത് ഭദ്രമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. റഹ്മാനായ റബ്ബ് ഈ ലോകത്തും വിജയം വരിക്കുന്ന മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതേപോലെ അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ചിരിക്കാനുള്ള ഭാഗ്യം നൽകിയ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിത അവസാനം വരെ മുഅ്മിനായി
മുത്തഖിയായി ജീവിച്ച് മരണപ്പെട്ടു പോകാനുള്ള ഭാഗ്യം അള്ളാഹുവെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങളെ കൊണ്ട് വേദനകളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹുവെ മാനസികവും ശാരീരികവുമായ ശിഫ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷത്തെ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ സ്വാലിഹായ മക്കളെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ ഇണകളിൽ കൺകുളിർമയിൽ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار اللهم أجرنا من النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. اللهم صل على محمد.